Hi friends, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ വന്നിട്ടുള്ളത് ചെറിയൊരു ഇൻക്യുബേറ്റർ ഉണ്ടാക്കാനായിട്ട് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഒരു മാനുവൽ ഇൻക്യുബേറ്റർ ആണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. ഇതിനധികം ചിലവൊന്നും വരുന്നില്ല. അപ്പോൾ എല്ലാവർക്കും ഈസി ആയിട്ട് വീട്ടിൽ ഉണ്ടാക്കാവുന്ന രീതിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇതിനൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് കറണ്ട് പോയാലും നമ്മുടെ മുട്ട കേടാവൊന്നുമില്ല. അതിനുള്ള ചെറിയൊരു സജ്ജീകരണത്തോട് കൂടിയാണ് നമ്മുടെ ഇന്നത്തെ ഒരു ഇൻക്യുബേറ്റർ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായി തോന്നുക ആണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തും കൊടുക്കുക. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക. പിന്നെ പ്രധാനപ്പെട്ട കാര്യം ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് പറയുന്നത് ഇത് എൻ്റെ ഒരു അപേക്ഷയാണ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തു എന്ന് തന്നെ വിചാരിക്കുന്നു. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് അങ്ങ് പോകാം. അപ്പോൾ നമ്മുടെ ഇൻക്യുബേറ്റർ ഉണ്ടാക്കാനായിട്ട് ആദ്യം നമ്മൾ ഇതുപോലൊരു ബോക്സാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു ബോക്സിൽ നമ്മൾ ഇതുപോലൊരു സ്പോഞ്ച് പോലെ ഒരു സംഭവം നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതുപോലെ ചുറ്റു ഭാഗം വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത നമ്മളൊരു മിക്സിയുടെ ബോക്സാണ് എടുത്തിട്ടുള്ളത്. അതിലുള്ള തെർമോകോൾസ് അടിയിലും മുകളിലായിട്ടും തെർമോകോൾസ് ഉണ്ടാവും. അത് നമ്മൾ അതിൻ്റെ അകത്തേക്ക് അതേപോലെ തന്നെ അങ്ങ് വെച്ച് കൊടുക്കുക. ആ ഒരു തെർമോകോൾസ് തന്നെയാണ് നമ്മൾ അടിഭാഗത്തും അതുപോലെ തന്നെ മുകൾ ഭാഗത്ത് അടപ്പായിട്ടും നമ്മൾ ഇതിന് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ ആ ഒരു തെർമോകോൾസും നമ്മൾ കളയുന്നില്ല. അപ്പോൾ നമ്മൾ ഇതുപോലെ എല്ലാം സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് ഇതുപോലൊരു ഹോൾഡറും അതുപോലെ തന്നെ അതിനൊരു വയറും ഇതുപോലൊരു പ്ലഗിലോട്ട് കണക്ട് ചെയ്ത് ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു ഹോൾഡറും വയറും. എന്നിട്ട് അതിൽ നിന്ന് 2 വയേഴ്സാണ് ഉണ്ടാവുക. അതിൽ ഒരു വയർ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കട്ട് ചെയ്ത് ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് ഈ ഒരു വയറും അതുപോലെ തന്നെ ഹോൾഡറൊക്കെ അതിൻ്റെ ആ ഒരു വയർ അതിൻ്റെ അകത്തേക്ക് ഇട്ട് ഒരു ഹോൾ ഇട്ട് എടുത്തിട്ടുണ്ട്. ആ ഒരു ബോക്സിൽ അതിലൂടെ അകത്തേക്ക് പുറത്തോട്ട് ഇട്ടതിന് ശേഷം ആ ഒരു ഹോൾഡർ അവിടെ സെറ്റാക്കി വെക്കണം. നമ്മൾ ഇതുപോലെ 2 സ്ക്രൂ എടുത്തതിന് ശേഷം നമ്മൾ ആ ഒരു ബോക്സിൽ നമ്മളൊരു കാർഡ്ബോർഡ് ബോക്സിൽ നമ്മളങ്ങ് സ്ക്രൂ ചെയ്ത് ടൈറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളതൊക്കെ സെറ്റാക്കി എടുത്തു. ഇനി അടുത്തായിട്ട് നമുക്ക് ഇതാണ് ഡിജിറ്റൽ തെർമോസ്റ്റാറ്റിൻ്റെ സെൻസർ. നമ്മൾ ഡിജിറ്റൽ തെർമോസ്റ്റാറ്റ് സെറ്റ് ചെയ്യുന്നൊരു വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ വീഡിയോക്ക് ഏറ്റവും അവസാനമായിട്ട് ഒരു കാർഡ് വരും. ആ ഒരു കാർഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാം. അല്ലെങ്കിൽ ചാനലിലൊന്ന് വിസിറ്റ് ചെയ്താലും മതി. അപ്പോൾ നമ്മളത് കട്ട് ചെയ്ത് ആ ഒരു തെർമോസ്റ്റാറ്റിൻ്റെ ഒരു സെൻസർ ഇതുപോലെ കട്ട് ചെയ്ത് 2 ആക്കി അത് 2ഉം സ്ട്രിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലൊരു ഒഴിഞ്ഞ വയർ വേണം. ഈ ഒരു വയർ കണക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു സെൻസർ നമ്മൾ നീളം കൂട്ടുകയാണ് ചെയ്യുന്നത്. സെൻസറിൻ്റെ നീളം വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു സെൻസറിൻ്റെ ഒരു വയർ നീളം കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് തന്നെ വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇതുപോലെ ആ ഒരു ഇൻസുലേഷൻ ടാപ്പൊക്കെ വെച്ച് ഒന്ന് ഒട്ടിച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആ ഒരു സെൻസറിൻ്റെ നീളം എന്ന് പറയുന്നത് നല്ല നീളം കൂടിയിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് ചെയ്യേണ്ടത് നമ്മൾ പുറത്തോട്ടൊരു വയർ എടുത്തിരുന്നു. ആ ഒരു വയർ അവിടെ ഉണ്ട്. അടുത്തായിട്ട് നമുക്ക് ഡിജിറ്റൽ തെർമോസ്റ്റാറ്റ് ഇവിടെ ആയിട്ട് സെറ്റ് ചെയ്യണം. നമ്മൾ ആദ്യം തന്നെ നമ്മൾ ഡിജിറ്റൽ തെർമോസ്റ്റാറ്റ് സെറ്റ് ചെയ്ത് വെച്ചതാണിത്. അതായത് നമുക്ക് ഇതിൽ കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ അത് എടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ ആ ഒരു ഫീമെയിൽ പോർട്ട് നമ്മളതിൽ കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഫീമെയിൽ പോർട്ട് നമ്മൾ അയച്ചെടുക്കുക. ഇത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ഒരു CPU ഫാന് നമ്മൾ ഇതിൻ്റെ അകത്ത് കൊടുക്കുന്നുണ്ട്. ഹീറ്റൊക്കെ നന്നായിട്ട് സ്പ്രെഡ് ആവാനായിട്ട്. അപ്പോൾ അതിലോട്ടും കൂടി കണക്ഷൻ കൊടുക്കാനായിട്ട് നമ്മൾ ഈ ഒരു 12 വാട്ട് ഫീമെയിൽ പോർട്ടിൽ നമ്മളൊരു കണക്ഷനും കൂടി എടുക്കുകയാണ്. എന്നിട്ടാണ് നമ്മൾ അതിൻ്റെ ആ ഒരു തെർമോസ്റ്റാറ്റിലേക്ക് നമ്മൾ കണക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു 12 വാട്ടിലേക്ക് നമ്മൾ വയർസും 2 വയറും കൂടിയും പോസിറ്റീവിലൊന്നും നെഗറ്റീവിലൊന്നും കണക്റ്റ് ചെയ്തു. ഇനി ആ ഒരു വയർ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഇടണം. നമ്മളിപ്പോൾ ഒക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഡിജിറ്റൽ തെർമോസ്റ്റാറ്റ് നമുക്ക് ഈ ഒരു ബോക്സിൽ സെറ്റ് ചെയ്യണം. നമ്മൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് സെറ്റ് ചെയ്യുന്നത്. ഇവിടെ ആയിട്ട് ഈ ഒരു ഭാഗത്താകുമ്പോഴായിരിക്കും കുറച്ചും കൂടി ഒരു ഉപകാരപ്രദമായിട്ട് നമുക്ക് കണ്ട് ഇതിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കാണാനൊക്കെ ആയിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ഇവിടെ ആയിട്ട് നമ്മൾ സ്ക്രൂ ചെയ്ത് ടൈറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിന് 4 ഹോൾസ് ഉണ്ടാവും. ആ ഒരു 4 ഹോൾസിൽ സ്ക്രൂ ഇടുക. അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ 2 ഹോൾസിലെ സ്ക്രൂ ഇടുന്നുള്ളൂ. ഇതുപോലെ സ്ക്രൂ ആ ഒരു കാർഡ് ബോർഡിലായിട്ട് അങ്ങ് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി. നിങ്ങൾ ഈ ഒരു ഇതിൽ ടൈറ്റ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇതിൽ ഓവർ ടൈറ്റ് ആകരുത്. അത് പൊട്ടിപ്പോവും. അപ്പോൾ നമുക്കതൊക്കെ റെഡിയാക്കി. ഇനി നമുക്ക് നമ്മൾ ആ ഒരു CPU ഫാനായിട്ട് നമ്മളൊരു വയർ ഇട്ടിരുന്നു. ആ ഒരു വയർ നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് എടുക്കാനായിട്ട് നമുക്കൊരു ഹോൾ ഇടണം. അത് നമ്മൾ ഇവിടെ ആയിട്ട് നമ്മളൊരു ഹോൾ ഇട്ടു. ഇനി അതിലൂടെ നമ്മൾ ആ ഒരു CPU ഫാന് സെറ്റാക്കാനായിട്ട് ഒരു വയർ നമ്മൾ കണക്ഷൻ എടുത്തിരുന്നു. ആ ഒരു വയർ നമ്മൾ ഈ ഒരു ഹോളിലൂടെ ഈ ഒരു ബോക്സിൻ്റെ അകത്തേക്ക് അങ്ങ് എടുക്കുക. നമ്മളിത് ഈ ഒരു വയർ നമ്മളിതിൻ്റെ അകത്തേക്ക് എടുത്തിട്ടുണ്ട്. ഈ ഒരു വയേഴ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ കറക്റ്റ് അലൈൻ ചെയ്ത് വൃത്തിയിൽ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക.
പിന്നെ ഇനി അടുത്തായിട്ട് ഇവിടെ K0 K1 എന്നൊരു 2 പോയിൻ്റ് കാണാൻ സാധിക്കും. ആ 2 പോയിൻറ്റിലും സ്ക്രൂ നമ്മൾ യൂസ് ചെയ്തു. എന്നിട്ട് അടുത്തായിട്ട് നമുക്ക് ഇതുപോലെ നമ്മൾ ഒരു കട്ട് ചെയ്ത വയർ, നമ്മൾ ഹോൾഡറിലോട്ട് പോകുന്ന വയറിൽ ഒരു വയർ കട്ട് ചെയ്ത് ഇതുപോലെ ആക്കി വെച്ചിരുന്നു. ഇതിൽ 2 ഭാഗങ്ങളാണ് ഉണ്ടാവുക. ആ 2 ഭാഗവും നമ്മൾ K0 K1 എന്നുള്ളതിലോട്ട് കണക്ട് ചെയ്യുക. ഇത് മാറിപ്പോയി എന്ന് വിചാരിച്ച് യാതൊരു പ്രശ്നങ്ങളും ഒന്നുമില്ല. അപ്പോൾ നമ്മൾ ആ K0 K1 എന്നുള്ളിടത്ത് ഈ 2 പോയിൻറ്റ്, ഈ 2 വയറിൻ്റെ 2 ഭാഗങ്ങൾ നമ്മൾ കണക്ട് ചെയ്തിട്ട് ആ ഒരു സ്ക്രൂ അങ്ങ് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ സെറ്റ് ആയിക്കോളും. അപ്പോൾ നമ്മൾ അതുപോലെ ഒന്ന് ചെയ്യണം. ഇപ്പോൾ ഈ ഒരു ടൈമിൽ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, ഓവർ ടൈറ്റ് ആക്കിയിട്ട് ആ ഒരു തെർമോസ്റ്റാറ്റിൻ്റെ ഒരു ഇത് പൊട്ടിക്കരുത്. അപ്പോൾ നമ്മൾ ഇതുപോലെയൊക്കെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു വയറാണ് നമുക്ക് ഇനി ഫ്ലഗിലോട്ട് കണക്ട് ചെയ്യേണ്ടത്. ഇതിലോട്ട് നമുക്ക് 12 വോൾട്ട് അഡാപ്റ്ററും കണക്ട് ചെയ്യണം. ഇനി നമുക്ക് അതിൻ്റെ അകത്തോട്ട് വരാം. എന്നിട്ട് നമുക്ക് ഈ ഒരു CPU ഫാൻ സെറ്റാക്കണം. CPU ഫാനിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഇതുപോലെ ഒരു പിന്നായിരിക്കും. ആ ഒരു പിന്ന് നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു വയർ നമ്മളങ്ങ് കട്ട് ചെയ്തിട്ട് നമുക്ക് ഇതിൽ റെഡും ബ്ലാക്കും വയറും മാത്രം മതി. ഇതിൽ 3 വയസ്സോ 4 വയസ്സോ ഒക്കെ സാധാരണ ഉണ്ടാവും. നമ്മൾ ഈ ഒരു റെഡും ബ്ലാക്കും വയേഴ്സും മാത്രം മതി നമുക്ക്. അപ്പോൾ നമ്മൾ ആ ഒരു റെഡും ബ്ലാക്കും വയറിലോട്ട് നമ്മൾ നേരത്തെ കണക്ഷൻ എടുത്തു വെച്ചിരുന്നു. ആ കണക്ഷൻ നമ്മളങ്ങ് കൊടുക്കുക. കൊടുത്ത് അതിൽ ഇൻസുലേഷനൊക്കെ സെറ്റാക്കി എന്നിട്ട് നമ്മളവിടെ ഈ ഒരു യെല്ലോ വയർ നമ്മളങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞു. അത് നമുക്ക് ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ നമ്മളിതിനവിടെ സെറ്റാക്കി ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഗ്ലൂ ഒക്കെ ഉപയോഗിച്ച് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമ്മൾ നേരത്തെ നീളം കൂട്ടി വെച്ച ആ ഒരു ഡിജിറ്റൽ തെർമോസ്റ്റാറ്റിൻ്റെ ഒരു സെൻസർ നമ്മൾ ഇതിലോട്ട് കണക്ട് ചെയ്യണം. ഇതുപോലെ ഒരു പിന്നായിരിക്കും ഇത് കണക്ട് ചെയ്ത് ഡിജിറ്റൽ തെർമോസ്റ്റാറ്റ് സെറ്റ് ചെയ്യുന്ന വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. കാണാൻ താല്പര്യമുള്ളവർ പോയി കാണാം. എന്നിട്ട് ഇവിടെ ആയിട്ട് ഒരു ബോക്സിന് ഒരു ഹോൾ ഇട്ടിട്ടുണ്ട്. ആ ഹോളിലൂടെ ആ ഒരു സെൻസർ നമ്മൾ അകത്തേക്ക് എടുത്തു. ഇതുപോലെ നല്ല നീളമുണ്ട് ഇപ്പോൾ നമ്മുടെ വയറിന്. അപ്പോൾ നമ്മൾ അതൊക്കെ സെറ്റാക്കി എടുത്തു. ഇനി ഇതുപോലെ ഒരു കമ്പി വെച്ചതിന് ശേഷം ആ ഒരു തെർമോകോളിൽ നമ്മൾ ഇതുപോലെ അങ്ങ് വെച്ചതിന് ശേഷം അതിലാണ് നമ്മൾ ആ ഒരു സെൻസർ ഒട്ടിക്കുന്നത്. കുറച്ചൊരു ഒന്ന് ഉയർന്ന് കിട്ടാനായിട്ടാണ് നമ്മൾ അത് ആ ഒരു തെർമോകോളിൽ താഴ്ത്തി വെച്ച് ഒട്ടിച്ച് കഴിഞ്ഞാൽ മുട്ട വെക്കുന്ന ടൈമിൽ അതിൻ്റെ ഒരു ഹൈറ്റിലായിരിക്കും. അപ്പോൾ ചൂടൊന്നും ഇതിൽ കറക്റ്റായിട്ട് സെൻസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് നമ്മൾ ഇതുപോലെ കമ്പി വെച്ചതിന് ശേഷം ഒന്ന് ഉയർത്തിയതിന് ശേഷമാണ് അതിൽ ഈ ഒരു സെൻസർ ഒട്ടിച്ച് വെക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒട്ടിച്ച് വെച്ചു. ഇനി അടുത്തായിട്ട് നമുക്ക് മെയിൻ സംഭവം ഇതാണ് നമ്മുടെ ബൾബ്. ഈ ഒരു ബൾബാണ് നമ്മുടെ ഹീറ്ററായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. 40 വാട്ട്സിൻ്റെ ബൾബാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇത് 100 വാട്ട്സിൻ്റെ ഉപയോഗിച്ചാൽ പെട്ടെന്ന് ചൂടാവും. പക്ഷേ അത് പെട്ടെന്ന് തന്നെ കംപ്ലൈൻ്റ് ആവാൻ സാധ്യതയുണ്ട്, ഫീസാവും. കാരണം നമ്മൾ ഓവർ ഹീറ്റ് ആവുകയും ആ ഒരു ബൾബ് പെട്ടെന്ന് കംപ്ലൈൻ്റ് ആവുകയും ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ 40 വാട്ട്സിൻ്റെ എടുത്തിട്ടുള്ളത്. ഇനി ഈ ഒരു വയേഴ്സൊക്കെ നമ്മൾ ഇതിൻ്റെ കറക്റ്റായിട്ട് അലൈൻ ചെയ്ത് വെച്ച് നല്ല വൃത്തിയിലാക്കി എടുക്കണം. അപ്പോൾ നമ്മൾ ഈ ഒരു സെൻസറിൻ്റെ വയറൊക്കെ ബാക്കിയുള്ള വയേഴ്സൊക്കെ നമ്മൾ ഈ ഒരു തെർമോകോളിൻ്റെ സൈഡിലൂടെ സെറ്റാക്കി അങ്ങ് ഇറക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളതൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ നോക്കി കഴിഞ്ഞാൽ കാണാൻ സാധിക്കും നമ്മൾ ആ ഒരു വയേഴ്സൊക്കെ നമ്മൾ ആ തെർമോകോളിൻ്റെ സൈഡിലൂടെ ഇങ്ങനെ കടത്തി വിടുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് നേരെ നമ്മുടെ പുറത്തോട്ട് തന്നെ വരാം. ഇവിടെയും വയേഴ്സൊക്കെ കറക്റ്റായിട്ട് അലൈൻ ചെയ്ത് വെച്ച് നമ്മൾ ഈ ഒരു ബോക്സിൽ അങ്ങ് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ ഇൻസുലേഷൻ ടൈപ്പ് എന്തെങ്കിലും വെച്ച് ഇതുപോലെ അങ്ങ് ഒട്ടിച്ചു കൊടുത്താൽ മതി. വയേഴ്സൊക്കെ ആകെ അലമ്പായി കടന്നു കഴിഞ്ഞാൽ ബോറായിരിക്കും കാണാൻ. ഇതാണ് നമ്മൾ കറണ്ട് പോയാൽ പ്രശ്നമില്ല എന്ന് പറഞ്ഞത്. ഇതാണ് നമ്മുടെ ഇൻവെർട്ടർ. ഇത് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ചെറിയ ചിലവിൽ ഉണ്ടാക്കാൻ കഴിയും. ഈ ഒരു ഇൻവെർട്ടറിൽ നമ്മൾക്ക് ഈ ഒരു ഇൻക്യുബേറ്റർ മാത്രം വർക്ക് ചെയ്യുന്ന രീതിയിലാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മെയിൻ സ്വിച്ച് ഓൺ ചെയ്തു. ഇപ്പോൾ ഇത് വർക്കിംഗ് ആണ്. ഇതിൽ മാത്രമാണ് ഇപ്പോൾ ഇത് വർക്ക് ചെയ്യുന്നത്. ഇനി നമുക്കിത് കറണ്ടിലോട്ട് ആ ഒരു ഇൻവെർട്ടർ കണക്ട് ചെയ്യും. അതിൽ നമ്മൾ ഇത് കണക്ട് ചെയ്യും. അപ്പോൾ നമുക്ക് കറണ്ട് പോകുന്ന ടൈമിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഓൺ ആയിക്കോളും. നമ്മൾ ഫാൻ വർക്കിംഗ് ആണ്, ബൾബ് വർക്കിംഗ് ആണ്, സെൻസറൊക്കെ റെഡിയാണ്. അപ്പോൾ നമുക്കിനി ഇതിൽ മുട്ട വെക്കുന്ന പരിപാടിയെ ബാക്കി വരുന്നുള്ളൂ. അപ്പോൾ നമുക്കിതിനൊരു അടപ്പ് നാം പറഞ്ഞ പോലെ തന്നെ ആ ഒരു മിക്സിയുടെ ബോക്സിൻ്റെ മുകളിൽ വരുന്നൊരു സംഭവം തന്നെയാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് വേറെ തെർമോക്കോളിൻ്റെ ആവശ്യമൊന്നും വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ അത് വെച്ചു. ഇതിന് ഇതുപോലെ ഹോൾസൊക്കെ ഉണ്ട്. ആ ഒരു ഹോൾസൊക്കെ നമുക്ക് ഒരു സ്പോഞ്ച് രൂപത്തിലുള്ള സംഭവമാണിത്. ഇത് വെച്ചാണ് നമുക്കൊന്ന് അടച്ചു കൊടുക്കണം ആ ഹോൾസൊക്കെ. ഇനി ഇവിടെ ആയിട്ടൊരു ഹോളുണ്ട്, ഈ ചെറിയൊരു ഹോൾ. ഇതെന്തിനാണെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്തേക്ക് എയർ സർക്കുലേഷന് വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ ഈ ഒരു ഇൻവെർട്ടറിൻ്റെ ഒരു വയറുണ്ട്, നമ്മൾ മുട്ട വെക്കാൻ പോവുകയാണ്. ഇൻവെർട്ടറിൻ്റെ വയർ നമ്മൾ ഇതുപോലെ ഫ്ലഗിലോട്ട് കണക്ട് ചെയ്തു. ഇത് ചാർജ് ആവാനായിട്ടാണ് ഇത്. അപ്പോൾ നമ്മളത് കണക്ട് ചെയ്തു. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മുടെ ഇൻക്യുബേറ്ററിൻ്റെ സാധനങ്ങളൊക്കെ നമുക്കൊന്ന് കണക്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മളിത് ഇൻക്യുബേറ്ററിൻ്റെ
ഫ്ലഗും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിലോട്ടാണ് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ കറണ്ട് പോയി കഴിഞ്ഞാൽ ഇതിൽ ബാറ്ററിയുള്ള ഇത് വെച്ച് AC ആക്കിയതിന് ശേഷമാണ് നമ്മുടെ ഇൻക്യുബേറ്റർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അല്ലാത്ത ടൈമിൽ ഈ ഒരു ഇൻവെർട്ടർ ചാർജ് ആവുകയും ചെയ്യും. സാധാരണ ഇൻവെർട്ടർ പ്രവർത്തിക്കുന്ന പോലെ തന്നെയാണ്. പക്ഷേ നമുക്ക് 10 മണിക്കൂറേ ഇത് ബാക്കപ്പ് കിട്ടുള്ളൂ. 10 മണിക്കൂർ ചിലപ്പോൾ കിട്ടുമെന്നില്ല, 9-8 മണിക്കൂറൊക്കെ കിട്ടും. എന്നാലും പ്രശ്നമില്ല, നമുക്ക് അത്രയും സമയമൊന്നും നമ്മുടെ കറണ്ട് പോയി കിടക്കുകയൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഇതുപോലെ നമുക്ക് ഈ ഒരു ഹീറ്റ് ഇങ്ങനെ കൂടി വരുന്നത് കാണാൻ സാധിക്കും നിങ്ങൾക്ക്. അപ്പോൾ ഹീറ്റും ഒക്കെ ആയി സാധനം സെറ്റാണ്. ഇനി നമുക്കിതിൽ മുട്ട വെക്കണം. ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ട് ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു. നമുക്ക് ഇവിടെ ഇങ്ങനെ വെച്ചാൽ പറ്റില്ല, നമുക്കൊരു തുണി വെച്ചിട്ട് അതിൽ വെക്കുന്നതായിരിക്കും ബെറ്റർ. കാരണം അല്ലെങ്കിൽ ഇത് ഉരുളാൻ സാധ്യതയുണ്ട്. നമുക്ക് മുട്ട വെച്ചതിന് ശേഷം നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇതിൽ വെള്ളമൊക്കെ വെക്കണം ഇതിൻ്റെ സൈഡിലായിട്ട്. പിന്നെ ഈ ഒരു മുട്ട രാവിലെ ഒരു ഭാഗം ആണ് മുകളിലെങ്കിൽ വൈകിട്ടാവുമ്പോൾ നമ്മൾ ഈ ഒരു മുട്ടയെ നേരെ തിരിച്ചു കൊടുക്കണം. മുട്ട ഇങ്ങനെ തിരിച്ചുകൊണ്ടിരിക്കണം. പിന്നെ നമ്മൾ ഈ ഹ്യൂമിഡിറ്റി കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിൽ വെള്ളം വെക്കുന്നത്. നിങ്ങൾ വെള്ളം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ മുട്ട നിങ്ങളെ കൊണ്ട് കഴിയുന്ന അത്ര മുട്ട തിരിച്ചും കൊടുക്കുക. രാവിലെയും വൈകുന്നേരവും മുട്ട തിരിച്ചു കൊടുക്കുക. മുട്ട ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കം വരാനായിട്ടാണ്. മുട്ട ഒന്ന് നേരെ എതിർവശത്തിലോട്ടൊന്ന് തിരിച്ചു വയ്ക്കുക. വെള്ളവും കഴിയരുത്. വെള്ളം നിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു ഇൻക്യുബേറ്ററിൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഇപ്പോൾ തന്നെ വീഡിയോക്ക് താഴെ കാണുന്ന ലൈക്ക് ബട്ടണിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ അതിൻ്റെ താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് എന്ന് എഴുതിയിട്ടുള്ളത് ഒന്ന് നെക്കി ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക. പിന്നെ നമ്മുടെ ഈ ഒരു ചെറിയൊരു ഇൻവെർട്ടർ ഇത് ഉണ്ടാക്കുന്നൊരു വീഡിയോ നമ്മളിതിൽ തൊട്ട് മുമ്പായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ കാണാൻ താല്പര്യമുള്ളവർ വീഡിയോക്ക് ഏറ്റവും അവസാനത്തിൽ വരുന്ന ഒരു കാർഡിൽ ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, നമ്മുടെ ഈ ഒരു ഡിജിറ്റൽ തെർമോസ്റ്റാറ്റ് നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചതാണ്. ആ ഒരു സെറ്റ് ചെയ്യുന്ന ഒരു വീഡിയോയും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെയും കാർഡ് വീഡിയോയുടെ ഏറ്റവും അവസാനത്തിൽ താല്പര്യമുള്ളവർ അവിടെ പോയി അത് കാണും. അപ്പോൾ ഇതിൽ നല്ലൊരു കണ്ടൻറ്റോട് കൂടിയുള്ള ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഗുഡ് ബൈ.